ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ബോഗൻ വിലാസമൊക്കെ പൂത്ത് നന്നായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 80% നമ്മുടെ ബോഗൻ വിലാസം എല്ലാം നന്നായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏരിയകൾ നമ്മളുടെ വീടിൻ്റെ കുറച്ച് എന്താ പറയുക, വെയിൽ അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമ്മുടെ ചക്കി ഇപ്പോൾ വെയിലില്ലാത്ത സ്ഥലമായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം കഴിഞ്ഞ ഇപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസ്, ബോഗൻ വിലാസിൻ്റെ വീഡിയോസൊക്കെ കണ്ടു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്ക് കണ്ടപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സാഡായിരുന്നു. കാരണം അധികം ബോഗൻ വിലാസൊന്നും പൂത്തിട്ടില്ല, ചില ബോഗൻ വിലാസൊന്നും കഴിഞ്ഞ സീസണിൽ പൂത്തിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം, ഞാൻ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. കാരണം അതിനെ കട്ട് ചെയ്യലും അതിനെ ഷേപ്പ് ചെയ്ത് എങ്ങനെയാണ് ഈ നിലയ്ക്കൊക്കെ എത്തിച്ചതെന്ന് നമ്മളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ അവരെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഭയങ്കര സന്തോഷമാണ്. രാവിലെ എനിക്ക് വരുമ്പോൾ, വെളിച്ചം വരുമ്പോൾ തന്നെ ഇവരെ ഇങ്ങനെ, കാരണം എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് അകത്തേക്ക് നോക്കണേക്കാളും നമ്മളുടെ, അതായത് ഗേറ്റിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് നോക്കണേക്കാളും നമ്മളുടെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ ആണ് ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗിയായിട്ടുള്ളത്. കാരണം ഫുൾ മൊത്തത്തിൽ കാണാൻ പറ്റും ചെടികൾ മൊത്തം. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും, അതുപോലെ ടെടിക്ക് ചോറ് കൊടുക്കാൻ വരുമ്പോഴാണെങ്കിലും, പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ, രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ വരുമ്പോഴാണെങ്കിലും ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ എന്താ പറയുക, അന്തം വിട്ട് ഇങ്ങനെ നോക്കി, ഞാൻ തന്നെ നോക്കി കണ്ണുവെച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത്ര അധികം പൂത്തിട്ട് എൻ്റെ ഒരു കൊല്ലം. ഇപ്പം ഞാനിപ്പോൾ ഇത് ഈ ഒരു ബോഗൻ വിലാസിൻ്റെ കളക്ഷൻ ആണെങ്കിൽ ഇതൊക്കെ തുടങ്ങിയിട്ട് ആകെ 2.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഈ 3 ചെടികളുണ്ടല്ലോ, ചില്ലി, എല്ലാത്തിൻ്റെ പേര് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ വാങ്ങിക്കണ സമയത്തൊക്കെ അറിയായിരുന്നു. ഇപ്പോൾ ഒക്കെ സത്യം പറയാന്ന് വെച്ചാൽ അങ്ങനെ പേരുകളൊന്നും ഓർക്കില്ല. കാരണം ഇപ്പോൾ പിന്നെയും പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 2.5 വർഷം മുന്നേ നമ്മളുടെ പുതിയ വെറൈറ്റീസ് എന്നൊക്കെ പറയണത് ചില്ലികളായിരുന്നു. ഇപ്പം അതൊക്കെ പോയി വേറെ എന്തൊക്കെയോ അടർണയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഈ മുകളിലിരിക്കേണ്ടതുണ്ടല്ലോ, അത് മിക്കതും നമ്മളുടെ പഴയ കളക്ഷനാണ്. പഴയ കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടനാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നാടൻ്റെ പൂക്കൾ പെട്ടെന്ന് ഇങ്ങനെ കൊഴിയും. പിന്നെ താഴെ വെച്ചിരിക്കണ്ടല്ലോ, അത് നമ്മളുടെ പഴയ റിപ്പോർട്ട് ചെയ്യണ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു 10-20 ചട്ടിയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനിൽ വാങ്ങിച്ചത് എല്ലാതും പല വെറൈറ്റീസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. റെയർ ആയിട്ടുള്ളത്, വളരെ കോസ്റ്റ് കുറഞ്ഞിട്ടാണ്. 200 രൂപ. ഒരു ചെറിയൊരു സ്റ്റെമ്മാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ പഴയ വീഡിയോസ്. അതിൻ്റെ ഇടയിൽ പറയാം, ഇത് നമ്മളുടെ മിസ് വേൾഡാണ്. മിസ് വേൾഡ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് കുറച്ചും കൂടെ വലിയ പോട്ടിലൊക്കെ വെച്ച് അടുത്ത വർഷം ആകുമ്പോഴേക്കും മിസ് വേൾഡിന് സെറ്റാക്കണം. ഇത് നമ്മളുടെ പൂനെ വൈറ്റാണ്. പൂനെ വൈറ്റിൽ ഇതുപോലെ തന്നെ ഫുൾ വലിയ പൂക്കളാണ്. അധികം പെട്ടെന്നൊന്നും കൊഴിയൊന്നുമില്ല. അങ്ങനെ നിറയെ കൊല പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്. പിന്നെ ഇത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് വൈകി. എൻ്റെ മൊത്തം കോൺസെൻട്രേഷൻ നമ്മളുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ ചെടികളിലായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയ കാരണം ഇപ്പോൾ പൂത്ത് ഇങ്ങനെ വരണുള്ളൂ ഒരു സ്റ്റേജ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചട്ടിയിൽ ഈ ഓൺലൈനിൽ വാങ്ങിച്ച ചെടികളുണ്ടല്ലോ, ഇതെല്ലാതും സ്പെഷ്യൽ വെറൈറ്റീസ് ആണെന്ന് പറഞ്ഞിട്ട് 200 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് പൂ ഇട്ടാൽ മതി. കാരണം ഇത് എല്ലാതും ഒരു 6 മാസം, ഒരു 8 മാസം പ്രായമുള്ള ചെടികളാണ്. അപ്പം അത്രയും നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പൂവൊക്കെ ഇട്ടു. പക്ഷേ നമ്മൾ പറഞ്ഞ കളേഴ്സൊന്നുമല്ല, അവർ കുറേയൊക്കെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഒരു 50% മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് കാണിക്കാം. ഇതാണ് ചില്ലി റെഡ്. ചില്ലി റെഡ് എന്ന് പറഞ്ഞാൽ ഇത് റെഡ് അല്ല, ആക്ച്വലി ഇത് വേണമെങ്കിൽ പറയാം വൈൻ റെഡ് എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു റെഡാണ്. ഇതിലിപ്പോൾ കാണുമ്പോൾ അങ്ങനെ ഒരു പിങ്കാണ്, ഡാർക്ക് പിങ്കും റെഡും കൂടെ മിക്സ്. ഇത് നമ്മളുടെ കണ്ടത് ചില്ലി ഓറഞ്ച്. ഇത് എന്തോ ഒരു ലാവൻഡർ അല്ല, ഒരു ടൈപ്പ് കളറാണ്. ഇത് ഞാൻ ലോക്കൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതും നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ചെറിയ പ്ലാന്റ്സ്, അതായത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ നമ്മളുടെ ആ ഒരു 250 രൂപയുടെ പോട്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അതൊക്കെ വലുതാക്കി അതിനെയൊക്കെ ഷേപ്പാക്കി നിർത്തിയതാണ്. ഇത് ചൈനീസ് റെഡ്. ഇത് ശരിക്കും റെഡാണ്. ഇത് നിറയെ ഉണ്ടാവും. ഒരു പ്രാവശ്യം പൂക്കളുണ്ടായി ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ വരുന്നതാണ്. ഫുൾ കട്ട് ചെയ്ത് മുട്ടയാക്കി നിർത്തിയിട്ട് വരുന്നത്. ഇതിൻ്റെ 2ാമത്തെയാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് റോയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ബോഗൻ വിലാസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ കുറച്ച് പൂക്കളുണ്ടാവാൻ കുറച്ച് സ്ലോ ആണ്. കാരണം നമുക്ക് വെയിൽ ആ സെക്കൻഡ് റോയിൽ വലിയ കാര്യമായിട്ടില്ല. കാരണം അപ്പുറത്തെ റംബൂട്ടാനുണ്ട്,
ആ റംബൂട്ടാൻ്റെ കുറേ ഷെയ്ഡുകൾ നമ്മളുടെ ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഒരു ഇത് കിട്ടണില്ല. പിന്നെ ഇപ്പം കണ്ടതില്ലേ, അതെന്തോ എന്താ ഗോൾഡൻ എന്തോ ഒരു പേരാണ്, മറന്നു. അതിൽ വേറൊരു ഷെയ്ഡ് കയറി വരുന്നുണ്ട്. പിന്നെ ഇപ്പം കഴിഞ്ഞ നേരത്തെ കണ്ട പിങ്ക്, അതൊക്കെ അകലെന്ന് നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. അതൊരു പഴയ മോഡലാണെന്ന് തോന്നുന്നു, പഴയ വെറൈറ്റിയാണ്, പക്ഷേ ഭയങ്കര രസമാണ്. ഇതും ഒരു നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചെടിയായിരുന്നു. വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 450 550 ആ ഒരു റേഞ്ചിൽ വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചട്ടിക്ക് നമ്മൾ അവിടെയൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ 5000 ഒക്കെ പറയും കേട്ടോ ഈ ഓരോ ചട്ടിക്കും. നമ്മൾ പോയി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ. ഇതൊരു ചില്ലി ഐസ്ക്രീമാണ് ലാസ്റ്റ് കണ്ടത്. അതിൽ പൂക്കൾ വരുന്നുള്ളൂ, ഭയങ്കര വെയിൽ കുറവാണ് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വലിയ കുറച്ച് വലിയ പോട്ടിൽ വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഇത് നൈറ്റ് വ്യൂ ആണ്. നമ്മളുടെ ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ ഇട്ടിരിക്കുന്നതാണ്. ആ ഒരു റൂഫ്, ആ ഷീറ്റ് ട്രാൻസ്പെറൻ്റ് അടിച്ചപ്പോൾ തന്നെ. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അടിച്ചത് കാശ് എന്താ പറയുക മുതലായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഴക്കാലം വരുമ്പോൾ ഇവരെല്ലാവരും താഴത്തേക്ക് വെക്കണം. പ്രത്യേകിച്ച് ഈ വെരിഗേറ്റഡ് ഉണ്ടല്ലോ, ഈ വെരിഗേറ്റഡ് എൻ്റെ ഒരു ഹവായി വൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ മഴയിൽ ചീഞ്ഞു പോവുക ചെയ്തത്, വലിയ പ്ലാന്റ് ആയത്. കാരണം മഴ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വെരിഗേറ്റഡിനാണ് പെട്ടെന്ന് മഴ എഫക്റ്റ് ചെയ്യണത്. ബാക്കിയുള്ളവരുടെയൊക്കെ ഇലകൾ ഇങ്ങനെ പതുക്കെ കൊഴിഞ്ഞുള്ളൂ. മറ്റേത് പെട്ടെന്ന് ഇല കൊഴിയുകയും ചെയ്യും, പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ ചെടികളെല്ലാം മഴ പെയ്തു തുടങ്ങുമ്പോൾ തള്ളി അതിൻ്റെ അകത്തേക്ക് വെക്കാനുള്ളതാണ് നമ്മളുടെ ഷീറ്റ്. അപ്പോൾ അത് നമ്മൾക്ക് എന്താ പറയുക വെർത്തായി എന്ന് വേണമെങ്കിൽ പറയാം അത് അടിച്ചത്. ഒരു നഷ്ടബോധമില്ല അത് കാരണം, പൈസ പോയതിൻ്റെ. നമ്മുടെ ചെടിക്കുട്ടൻ അവനങ്ങനെ നിർത്തൂട്ടോ, അവൻ കുഴപ്പമൊന്നുമില്ല, എൻ്റെ ചെടികളൊന്നും ചെയ്യില്ല. മുന്നൊക്കെ ചെറുപ്പത്തിലൊക്കെ അവനിങ്ങനെ കടിച്ചു വലിക്കുകയും ചട്ടി അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ അവനറിയാം, കാരണം അവനറിയാലോ ഞാൻ എപ്പോഴും അവൻ്റെ അടുത്തേക്ക് ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ ഇവരെ തോണ്ടി നടക്കുകയാണ്. അപ്പോൾ അവനത് മനസ്സിലാക്കണ്ടാവും. പട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മളെക്കാളും നല്ല ബുദ്ധിയുള്ള ജീവികളാണ് അവർ നമ്മളെങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മളൊരു ഫംഗ്ഷന് പോകാമെന്ന് കഴിയുന്നു. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഈ വീഡിയോ കാരണം ഇത് ഞാൻ കുറേ മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കുറച്ചും കൂടെ ഇനിയും ഉണ്ട് കേട്ടോ, ഇനിയും ഒരു 2 ആഴ്ചയും കൂടെ സത്യം പറയുകയാണെങ്കിൽ ഈ പൂക്കൾ നിറയാനുണ്ട് ഇതിൽ ഫുള്ള്. പക്ഷേ ഇപ്പോൾ വൈകിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും ഒരു മഴക്കാർ പോലെയുണ്ട്. അപ്പോൾ എങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം എന്താ പറയുക പകുതി മുക്കാലും കൊഴിയും. ഈ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ഹൈബ്രിഡിൻ്റെ നമ്മുടെ നാടൻ ഞാൻ കാണിച്ചില്ലേ നേരത്തെ നാടൻ ചെടികൾ നമ്മുടെ ഇരിക്കുന്നത്, അവരുടെയൊക്കെ ഇപ്പോൾ ഈ ഹൈബ്രിഡിൻ്റെ പൂക്കൾ ഉണ്ടായിട്ട് ഒരു 3 ആഴ്ചയെങ്കിലായിട്ടുണ്ട്. ഇങ്ങനെ നിറഞ്ഞ് 3 ആഴ്ച 1 മാസത്തോളം ആവുന്നുണ്ട്. ഇതൊരു 1-1.5 മാസത്തോളം ഈ ഹൈബ്രിഡിൻ്റെ പൂക്കൾ ഇങ്ങനെ നിൽക്കും, ഒരു പ്രശ്നവുമില്ലാതെ. പൂക്കൾ ചെറിയ എന്താ പറയുക ഒരു സൈഡിൽ കൂടെ അങ്ങനെ വരും പുതിയതായിട്ട്, പക്ഷേ കൊഴിഞ്ഞു പോലും ഭയങ്കര സ്ലോ ആണ്. 1.5 മാസത്തോളം എങ്ങനെയായാലും നിൽക്കുന്നുണ്ട്. പിന്നെ ഈ നാടൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ദിവസമൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും അത് കൊഴിയും. പിന്നെ ഒരു 10 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത പൂക്കൾ വരും, അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ എന്താ പറയുക എപ്പോഴും ഫുൾ ടൈം പൂക്കൾ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതന്നെ എന്താ പറയുക ഈ ഹൈബ്രിഡ് തന്നെ വേണം. ഇത് കണ്ടോ, ഇതിലൊക്കെ നിറയാനുണ്ട്. ഇത് നിറഞ്ഞ് ഫുള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യമേ വരണേ ഉള്ളൂ. അപ്പോൾ ഒരു 15 ദിവസത്തെ ഗ്യാപ്പാണ്. ഇപ്പോൾ ഈ ഹൈബ്രിഡിൻ്റെ ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് ഇത് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്യാനുണ്ട്. ആ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം ഗ്യാപ്പിൽ വീണ്ടും ഇത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പൂക്കളുണ്ടാവും. 15 ദിവസം എന്ന് പറയുള്ളൂ, പക്ഷേ നമ്മൾ മുഴുവൻ കട്ട് ചെയ്ത് കളയില്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 ദിവസമെങ്കിലും പിടിക്കും നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് ബുഷിയായിട്ട് ഫുൾ പൂക്കളായിട്ട് കിട്ടാനായിട്ട്. 10 ദിവസം 15 ദിവസം എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസിലൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഒരു 20 ദിവസം 25 ദിവസം. കാരണം നമ്മൾക്ക് ഇവിടെ ഒരു പെരുന്നാൾ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു 2 ആഴ്ച മുന്നേ ഞാൻ ഇതെല്ലാതും കട്ട് ചെയ്ത് സെറ്റാക്കിയതായിരുന്നു. പക്ഷേ ആ ഒരു 2 ആഴ്ച പ്രതീക്ഷിച്ചിട്ട് ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇത് നിറഞ്ഞ് പൂക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉണ്ടായില്ല. ആ സമയത്ത് മുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നന്നായി ഫുള്ളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇപ്പോഴാണ് അറ്റ്ലീസ്റ്റ് അത് വിരിഞ്ഞത്. അപ്പോൾ അതായത് ഒരു 4 ആഴ്ചയെങ്കിലും മനസ്സിലായ മൊത്തം കട്ട് ചെയ്ത് സോഫ്റ്റ് പ്രൂണല്ല ഹാർഡ് പ്രൂണല്ല അങ്ങനത്തെ ഒരു ലെവലിൽ മൊത്തം കട്ട് ചെയ്തിട്ട് ഒരു 4 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടാണ് നമുക്ക്
ഇതിങ്ങനെ നിറഞ്ഞ് ബുഷിയായിട്ട് ഫുൾ വന്നത്. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റാണ്. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഴയ വീഡിയോയിൽ കാണാം. അതിൻ്റെ എന്താ പറയുക ഇതെങ്ങനെയാണ് ചെയ്തത് ഇതൊക്കെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ അറിയാൻ കിട്ടും. ഇതിപ്പോൾ യെല്ലോ ചില്ലി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സെയിം ഇതിലുള്ളവരെ തമ്മിൽ ഇതാക്കുക. അപ്പോൾ ആ പൂക്കളുണ്ടല്ലോ, അപ്പോൾ ആ പൂക്കൾ ഒരേ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും, ഒരേ സമയത്താണ് അത് കൊഴിഞ്ഞു പോകുള്ളൂ. ഇപ്പോൾ ചില്ലി വെറൈറ്റീസ് മാത്രമാണെങ്കിൽ അപ്പോൾ അത് ആ ടൈമിലാണത് ഫുൾ പൂക്കും. ഇപ്പോൾ ഇതിലുള്ളത് ചില്ലി യെല്ലോ ആയിരുന്നു, പിന്നെ ചില്ലി ഐസ്ക്രീം നല്ല വെയിലത്ത് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു വൈറ്റും അതിൻ്റെ ആ അറ്റത്ത് ഇങ്ങനെ പിങ്കല്ല, അത് എന്ത് കളറാണ് അത് അറിയില്ല, അതുപോലെ അങ്ങനെ. പിന്നെ അതും ഒരു വെയിൻസും ഉണ്ട്, ഒരു പിങ്ക് വെയിൻസും കൂടെ വരും. ഭയങ്കര രസമുള്ളൊരു ഇതാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ചും കൂടെ നിറയാനുണ്ട്. അപ്പോൾ അതിൽ ഒരു ഓറഞ്ചും കൂടെ കയറി വരുന്നുണ്ട് അത്. അപ്പോൾ ഒരു സ്റ്റെമ്മ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ബുഷിയാക്കി സെറ്റാക്കിയിട്ട് വേണം അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും അതിങ്ങനെ നിറയ്ക്കാനായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനൊരു പിങ്ക്, ചില്ലി റെഡ്, ചില്ലി ഓറഞ്ചും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിടിച്ചില്ല. ആകെ ഈ 2 കളേഴ്സ് മാത്രമാണ് പിടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയുക ബോഗൻവില്ല വിശേഷങ്ങൾ എന്ന് പറയണത്. അപ്പോൾ ബോഗൻവില്ലാസ് സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 6 മാസം നമുക്ക് ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുക. നമുക്ക് സീസണൽ പ്ലാന്റ്സ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എല്ലാ സീസണിലും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഇത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മളത് ഒരു പ്രാവശ്യം കുറച്ച് പൈസ മുടക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ആ ഒരു 6 മാസം മാത്രമാണ് കെയർ ചെയ്യേണ്ടത്, അല്ലാതെ മഴക്കാലത്തൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.